ഹല്ലേലൂയ. എഴുന്നേറ്റ് ഒരു വചനം വായിച്ച് നമുക്കിരിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ഇന്നെടുക്കുന്ന മെസ്സേജ് ഈ യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം സഭകൾ എങ്ങനെയായിരിക്കുമെന്നും അവസാനത്തോളം എങ്ങനെയായിരിക്കുമെന്നും മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ആ വചനങ്ങളാണ് ഇന്നെടുക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 24. അത് തന്നെയാണ് നമ്മുടെ വിഷയം. സകല സഭകളെയും ഇന്ന് നയിക്കുന്നത് പിശാചാകുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള വേദഭാഗങ്ങളാണ് എടുക്കുന്നത്. ഇത് അവരോട് പറഞ്ഞാൽ അവർ ഒരിക്കലും സമ്മതിക്കില്ല. എന്നാൽ ആവശ്യമുള്ളവർ നോട്ട് ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് പറയുക ആ സഭയുടെ പഠിപ്പിക്കൽ എന്താണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 24. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 26 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ല എന്ന് വരും. ഇതാണ് അതിന്റെ വെളിപ്പാട്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരണം ദൈവവചനം മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്ന പുസ്തകമാകുന്നു. ദാനിയേൽ അങ്ങനെ ദർശനം കണ്ടു, തല മുതൽ പാദം വരെ. ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുന്നത് മുതൽ, എന്നാൽ വീണ്ടെടുപ്പിനായി വരുമ്പോൾ അവിടെ ഒരു അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്നും വീണ്ടും അവരുടെ രക്ഷാകാലം നീട്ടിവെക്കുമെന്നും ഇതിനിടയിൽ കൃപായുഗം വരുമെന്നും ആ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട ശേഷം കൃപായുഗത്തിൽ പിശാച് സഭയിൽ നുഴഞ്ഞു കയറി സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തന്റെ സഭയെ ആ വിശുദ്ധ അതിപരിശുദ്ധനായ അഭിഷേകം ചെയ്തതിനു ശേഷം ദൈവത്തിന്റെ സഭയെ തെറ്റിച്ചു കളയുമെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ പ്രകാരം തന്നെ വചനം നിവർത്തിച്ചിരിക്കുന്ന അപ്പോസ്തലർ 4:12 ദൈവം തന്റെ സഭയെ കെട്ടിപ്പടുത്തുന്നതിന് ഒരു നാമം നൽകി. ലോകം മുഴുവനും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അക്ഷരം കൊള്ളുന്നു. അതിന്റെ വെളിപ്പാടാകുന്നു പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിപ്പാടിൽ മേലാണ് സഭ പണിയുവാനുള്ളത്. ആ വെളിപ്പാട് നൽകിയപ്പോൾ തന്നെ ഈ ശൂന്യമാക്കുന്നവൻ വരുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന പ്രകാരം യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം 1-ാമത്തെ കുതിരപ്പുറത്ത് ആ എതിർ ക്രിസ്തു സഭയിൽ കടന്നിട്ട് അപ്പോസ്തലർ 4:12 പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കുവാനായി മഹാപുരോഹിതന്മാരെയും ബൈബിൾ ശാസ്ത്രിമാരുടെയും വേഷത്തിൽ തന്നെ പിശാച് കടന്നു വന്നിട്ട് പറയുകയാണ്, ഇത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിക്കാൻ യാതൊരു മനുഷ്യനോടും ഈ നാമം മിണ്ടരുത്, യേശു എന്ന നാമം ആ ശേഷം മിണ്ടരുത്, ആരോടും ഉപദേശിക്കരുത്. ഇതാകുന്നു എതിർ ക്രിസ്തുവിന്റെ ഉപദേശം. ഈ ഉപദേശത്തിലാകുന്നു എല്ലാ സഭകളും, കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് വരെയും. എന്നാൽ യേശു നാമ സഭകൾ സ്നാനം യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യുന്നുവെങ്കിലും അവരുടെ സഭയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത് മുഴുവൻ പിശാചാകുന്നു. അതിനുള്ള തെളിവുകളാണ് നാം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കരുണയുള്ള കർത്താവേ, ഇത് ലോകത്തിന്റെ ഒരു പാഠമായിരിക്കട്ടെ. കരുണയുള്ള കർത്താവെ, നമ്മെ അത് ഗ്രഹിപ്പിക്കണമേ, ലോകത്തിനെ ഗ്രഹിപ്പിക്കണമേ. ദൈവത്തിന്റെ ആടുകളുണ്ടെങ്കിൽ അവർ വേർപെടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഇല്ല ഹല്ലേലൂയ. ശ്രദ്ധയോടായിരിക്കുക. വേദഭാഗം എടുക്കുമ്പോൾ താല്പര്യമുള്ളവർ അത് കുറിച്ചെടുക്കുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:24 നമ്മളിവിടെ വായിച്ചത്. അതിക്രമത്തെ തടസ്സം ചെയ്ത്, ഇത് യഹൂദന്മാർക്കുണ്ടാവുന്ന 70 ആഴ്ചവട്ടം അവർക്ക് ദാനിയേൽ പ്രവാചകൻ മുഴുവൻ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നാൽ യഹൂദന്മാരുടെ വീണ്ടെടുപ്പിനാണ് വരുന്നത്.
അപ്പോൾ അതുവരെയുള്ള അതിക്രമം മുഴുവൻ തടസ്സപ്പെടുത്തണം. പിശാച് സഭയിൽ കടന്നുകൂടി അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ആരാണ് നമ്മൾ ഇതുവരെ കണ്ടത്? ഈ പിതാവായ അഗ്നിസ്തംഭമായി നിന്ന യഹോവയായ സൃഷ്ടിതാവായ ദൈവം തന്നെയാണ്. യെശയ്യാപ്രവാചകൻ 40:3, മലാഖി 3:1, മലാഖി 4:5-6 പ്രകാരം അതേ യഹോവ ആത്മാവായ ദൈവം തന്നെ ശരീരധാരിയായി വന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് പിതാവായ യഹോവയായ സൃഷ്ടിതാവായ ദൈവം ജഡരക്തങ്ങളോട് കൂടെ വന്ന് അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു നാമം നൽകി, കർത്താവായ യേശു ക്രിസ്തു. ഈ നാമം വഴിയായി വരുമ്പോൾ വരുന്നതാരാണ്? സൃഷ്ടിതാവായ യഹോവ. അപ്പൊ സൃഷ്ടിതാവായ യഹോവ തന്നെ വരുമ്പോൾ അതുവരെ കർത്താവിന്റെ സാന്നിധ്യം ആത്മീയമായി സ്വർഗീയടങ്ങളിലായിരുന്നു, സമാഗമന കൂടാരങ്ങളായിരുന്നു, വിശ്വസിക്കുന്നവരുടെ മേൽ വരികയും മടങ്ങിപ്പോവുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അതേ കർത്താവ് തന്നെ ഇറങ്ങി വരുമ്പോൾ അതിക്രമത്തെ തടസ്സം ചെയ്ത് പിന്നെ പിശാചിന് സംസാരിക്കാൻ പറ്റില്ല. ഇത് ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ്. എന്നാൽ ഈ ഒരു ദൗത്യവുമായി യേശു വന്നപ്പോൾ തന്നെ പിശാച് അവിടെ ഉണ്ടായിരുന്നു. യൂദം, പരീശന്മാർ, ശാസ്ത്രന്മാർ, സന്നിധി സംഘം, സദൂക്യർ, നിയമപാലകന്മാർ, പണ്ഡിതന്മാർ മുഴുവൻ ഉണ്ടായിരുന്നു. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങൾക്ക് മുദ്രയിടുവാനാണ് വന്നത്. പാപം എന്താ? ദൈവവചന വിരുദ്ധമായിട്ടുള്ളതെല്ലാം പാപം. അപ്പൊ അതിന്റെ അതിക്രമക്കാരൻ പിശാച്, അവനെ തടസ്സം ചെയ്യണം. അവന്റെ ഉപദേശം സഭയിൽ കടന്നു വരരുത്. അതോടുകൂടി പാപത്തിന് മുദ്രയിടണം. അങ്ങനെ കുറച്ചുവരെ നീതീകരിച്ചിട്ട് കർത്താവിന് തന്റെ വരവിൽ കൊണ്ടുപോകണം. ഇതായിരുന്നു യേശു വന്ന ഉദ്ദേശം. എന്നാലോ യേശു എവിടെ? മലാഖി 3:1 പറയുന്നത് അവൻ മന്ദിരത്തിലേക്ക് വരും. വാസ്തവത്തിൽ മന്ദിരത്തിൽ തന്നെ വന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് യെരൂശലേം ദേവാലയത്തിൽ വരുമെന്നാണ്. കർത്താവിന്റെ ശരീരമാകുന്നു മന്ദിരം. അതാണ് മറിയിൽ നിന്ന് എടുത്തത്. അപ്പൊ കർത്താവ് എന്ന ഉദ്ദേശം അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്തു. കണ്ടോ, എന്താണ്? അകൃത്യത്തിനാണ്. എന്താ അകൃത്യം? ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് കേട്ട് വിശ്വസിച്ച് മനസ്സിലായിട്ടും തെറ്റിക്കുന്നതാണ് അതിക്രമം. ലംഘനം പോലും ക്ഷമിക്കും, അറിവില്ലായ്മയുടെ കാലം ക്ഷമിക്കും. പക്ഷെ ഇവിടെ അകൃത്യം, ദൈവം അവരോട് കൂടെ ഇരുന്ന് വഴി നടത്തി, ഓരോ കാലത്ത് ഓരോ പുരോഹിതന്മാരോട് വഴി നടത്തി, ന്യായപ്രമാണം എഴുതി കൊടുത്തു. അങ്ങനെ തെറ്റിപ്പോയ ജനം ആ ഓരോ കാലത്തും ഈ കർത്താവ് തന്നെയാണ്, പിതാവായ കർത്താവ് തന്നെയാണ് ഈ ഇസ്രായേൽ ജനത്തെ യഥാസ്ഥാനത്താക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ആത്മാവായ ദൈവം ശരീരത്തിൽ വന്നപ്പോൾ ലൂക്കോസ് കർത്താവ് പറഞ്ഞത്, യെരൂശലേമേ യെരൂശലേമേ, അങ്ങനെ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ മാറോട് ചേർക്കുന്നത് പോലെ നിന്നെ എന്റെ മാറോട് ചേർക്കാൻ എനിക്ക് എത്ര വട്ടം കൊതിയായിരുന്നു. ഈ പുത്രൻ വേറെ എന്ന് ലോകം പഠിപ്പിക്കുമ്പോൾ ഈ പഴയ നിയമകാലത്ത് ഈ യഹൂദ ജനം തെറ്റിപ്പോയപ്പോൾ ഇവരെ മുഴുവനും തന്റെ ചിറകിൻ കീഴിലാക്കാൻ ശ്രമിച്ചത് ഈ സൃഷ്ടിതാവായ യഹോവയായ ദൈവം തന്നെയാണ് ശരീരത്തിൽ വന്നിട്ട് സംസാരിക്കുന്നത്. യേശുവിന്റെ ഇഷ്ടമാകുന്നു അതിക്രമത്തെ തടസ്സം ചെയ്യണം, പാപത്തിന് മുദ്രയിടണം, അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ഇതെല്ലാം യേശു ചെയ്ത ഒന്നാണ്. എന്നിട്ടോ നിത്യനീതി വരുത്തുവാനും. ഇനി യഹൂദന്മാരെ വീണ്ടെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സകലതും നശിക്കും. അപ്പൊ വീണ്ടെടുത്ത് കൊണ്ടുപോകുന്നവർക്ക് നിത്യവുമുള്ള ഒരു നീതി കൊടുക്കുവാനും, പിന്നെയോ അതുവരെ ഉണ്ടായിരുന്ന ദർശനത്തിനും പ്രവചനത്തിനും മുദ്രയിടുവാനും. കാരണം എന്താ? ദൈവം വിളിച്ചു വേർതിരിച്ച ഇസ്രായേൽ തന്റെ സ്വന്തം ജനമായ ജനത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ വചനത്തിന്റെ ആവശ്യമില്ല, ദർശനത്തിന്റെ ആവശ്യമില്ല, പ്രവചനത്തിന്റെ ആവശ്യമില്ല. കാര്യം തന്റെ ഹിതം പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ അങ്ങനെ വന്നപ്പോൾ നോക്കൂ, ആ സമയത്തിന് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും. ഇത് എല്ലാവരും പഠിപ്പിക്കുന്നത് യെരൂശലേം ദേവാലയത്തെ അഭിഷേകം ചെയ്യുന്ന ഒരിക്കലുമല്ല. യെരൂശലേം ദേവാലയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള വസ്തുവാണ്. ഒരു മനുഷ്യൻ പോലും ആത്മീകമായി എത്ര ഉയർന്നാലും അവന് വിശുദ്ധൻ എന്ന പദവി വരെ വരാൻ പറ്റുള്ളൂ. ഇവിടെ അതിപരിശുദ്ധമായതിനെ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം പരിശുദ്ധൻ, യഹോവേ നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ യഹോവയായ പരിശുദ്ധൻ തന്നെ ഭൂമിയിൽ ശരീരധാരിയായി വരുന്നതിനെയാണ് അതിപരിശുദ്ധമായതിനെ. കർത്താവ് യേശുക്രിസ്തുവിനെ ഈ ഇവരെല്ലാം വിടുവിച്ചു കൊണ്ടുപോയ ശേഷം കർത്താവ് സിംഹാസനത്തിലേക്ക് കയറും, യെരൂശലേം ദേവാലയത്തിൽ കയറും. അത് പൂർത്തീകരിച്ചിട്ടില്ല. നമുക്ക് ഇന്നത്തെ സഭകൾ ഈ യേശു മൂന്നാമത്തെ വ്യക്തിയാണെന്ന് പറയുന്ന ഈ സഭകൾ, അല്ലെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്ന ഈ ആത്മക്കൻ അടഞ്ഞുപോയ സഭകൾക്ക് ന്യായവിധിക്കായിട്ട് കർത്താവ് ഒരു വചനം പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനത്തിൽ. പണ്ടേയുള്ള കഥകളെ തുറക്കുക, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? നമ്മുടെ സൈന്യങ്ങളെ യഹോവ തന്നെ. ഇതെല്ലാം അവർ വായിക്കുന്നു. എന്നിട്ട് അവർ പറയുകയും
കർത്താവ് ഒന്ന് തന്റെ ജനത്തെ വീണ്ടെടുത്തിട്ട് കർത്താവ് ഈ യേശു ക്രിസ്തു തന്നെ ആ മന്ദിരത്തിലേക്ക് കയറും. അന്ന് യേശു ആ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വാതിൽ മാത്രം ഇന്നും ആ പുറം കയറും വാതിലും ഇന്നും തകരാതെ നിൽക്കുന്നു. അത് ഇനി നശിച്ചു പോയില്ല, ബൈബിൾ വചനമുണ്ട്. അപ്പോൾ ആ വാതിൽ വഴിയായി കയറുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ഈ സഭകൾ മുഴുവൻ പഠിപ്പിച്ചിട്ടും പിശാച് അവിശ്വാസികളുടെ മനസ്സിനെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു. അത് സൈന്യങ്ങളുടെ യഹോവ തന്നെ എന്ന് പറഞ്ഞിട്ടും അതിനെ രണ്ടാക്കുന്നു. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ വന്നത് അതിപരിശുദ്ധമാണ്. യേശുവിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം അത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിലും. കണ്ടോ, വിശുദ്ധ നഗരം ഏതാണ്? യെരുശലേം ദേവാലയം. ആ ജെറുസലേമും ആ ദേവാലയം അത് വിശുദ്ധ. ഭൂമിയും മനുഷ്യനെയും എല്ലാം വിശുദ്ധ എന്ന പദവി വരെ. സാധാരണ വസ്തുവകകൾക്ക് ശുദ്ധ, എണ്ണയ്ക്ക് ശുദ്ധമായ എണ്ണ, ശുദ്ധമായ വെള്ളം എന്നേ പറയാവൂ. വിശുദ്ധമായിരുന്നോ പരിശുദ്ധമായിരുന്നോ പറയാൻ പാടില്ല. വസ്തുവകകൾക്ക് ശുദ്ധവും ആത്മീയമായ കാര്യങ്ങൾക്ക് വിശുദ്ധനും. ഇനി ദൈവം മാത്രം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം പരിശുദ്ധമായത്. ഇതാണ് എന്റെ രീതി. അപ്പോ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പൊ 70 ആഴ്ചവട്ടം കൊണ്ട് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ താഴോട്ട് പറയുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന വിഷയം എന്താണ്? അത് പറയാൻ വിട്ടുപോയതാണ്. കർത്താവ് വന്ന് തന്റെ മണവാട്ടിയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ യഹൂദന് 7 വർഷമുണ്ട് എന്നാണ് മുഴുവൻ സഭകളും പഠിപ്പിക്കുന്നത്. യേശു നാമ സഭകൾ സ്നാനം മാത്രമാണ് ശരി, ബാക്കി അവരെയും പഠിപ്പിക്കുന്നത് പിശാച് തന്നെ എന്നതിന് ചില ഉദാഹരണം താഴോട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് പല യേശുനാമ സഭകളെ വിളിക്കുന്നത്. നോക്കൂ, ഞാനിപ്പോ ഇവിടെ ഇത് കർത്താവ് ഒന്ന് മണവാട്ടിയെ ചേർത്ത് കൊണ്ടുപോയാൽ പിന്നെ 7 വർഷം ഉണ്ട് എന്ന് പറയുമ്പോൾ 7 വർഷമല്ല, വെറും 3.5 വർഷം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന വചനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ വിശദീകരിച്ചാൽ തീരില്ല. നമ്മള് ആ സ്തോത്രം യേശുവിൽ എന്നുള്ള കാര്യം എടുത്തപ്പോൾ ഒരുപാട് കാര്യം പഠിപ്പിച്ചുകൊണ്ട് ഒരു 6-7 വചനം 2 ദിവസം എടുക്കേണ്ടി വന്നത്. ദാനിയേൽ 9:26 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. ഈ 62 ആഴ്ചവട്ടത്തെ കുറിച്ച് ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ നമ്മൾ പഠിപ്പിച്ചിരാം. ഇപ്പൊ ഇവിടെ പറയുന്നത് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ല എന്ന് വരും. പിന്നെ അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട് കഴിഞ്ഞ് യേശുവിന് ആരുമില്ല. ആ ക്രൂശിൽ നിലവിളി കണ്ടല്ലോ. ആരും കർത്താവിൽ നിന്ന് സഹായം വാങ്ങിച്ചവരോ അനുഗ്രഹം പ്രാപിച്ചവരോ എല്ലാം നോക്കി നിൽക്കെ സഹായിപ്പാൻ ഒരു വ്യക്തിയുമില്ല. അതുപോലെ അവൻ ആരും ഇല്ലെന്ന് വരും. അങ്ങനെ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തെന്ത് സംഭവിക്കുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 9:26 പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ട് 2000 വർഷമായി ഇന്ന് വരെ ഒരു സഭകളും അറിയില്ല. 70 ആഴ്ചവട്ടം സെവൻത് സഭ ഒരു കറക്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇടയിലിരിക്കുന്ന പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ കോളേജിന്റെ ഉപജ്ഞാതാവും പിശാച് തന്നെയാണ്. അവരും തെറ്റായി തന്നെ പഠിപ്പിക്കാൻ. ഇവിടെ നോക്കൂ, പിന്നെ സംഭവിക്കുന്നത് എന്താണ്? അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട ശേഷം പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ആരാണ്? അതായത് യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ഇവിടെ യേശു പ്രഭുവിന്റെ പടജനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന പ്രഭു പിശാചാണ്. ആ പിശാചിന്റെ അനുകാരികളാണ് അന്നും ഇന്നും ബൈബിൾ കോളേജ് വഴിയായി ഇരിക്കുന്ന സഭകളിലെ മുഴുവൻ പുരോഹിതന്മാരും. കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തിൽ ഇരിക്കുന്ന സകല പുരോഹിതന്മാരും പിശാച് തന്നെയാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വചനവിരുദ്ധമായി അവര് വചനവിരുദ്ധമായി പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കാര്യമാണ് 7 വർഷമില്ല 3.5 വർഷമേ ഉള്ളൂ എന്നത്. അപ്പോ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇന്നും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം വായിച്ചു നോക്കാൻ താഴോട്ട് പറയുന്നു. ദാനിയേല് ദർശനം അടച്ച്, അത് പ്രവചനം അടച്ച് മുദ്രയിട്ടേക്കാം. അനേകർ ഇതിനെ പരിശോധിക്കും, കണ്ടെത്തില്ല. ദുഷ്ടന്മാരോ ഇവയിൽ ഒന്നും ഗ്രഹിക്കില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം എന്ന് വെച്ചാൽ പിശാചിന്റെ ദൂതഗണങ്ങൾ. ആ പിശാച് ഒരു ശരീരം എടുത്തിട്ട് പുരോഹിത വർഗത്തിലൂടെ എന്ത് ചെയ്യും? പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ഏതാ വിശുദ്ധ മന്ദിരം? ദൈവത്തിന്റെ മന്ദിരം നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് എതിർ ക്രിസ്തുവിന്റെ ഉപദേശത്തിലേക്ക് മാറ്റിക്കൊണ്ട് പോയിട്ട് ദൈവത്തിന് ഈ ശരീരത്തിൽ വസിക്കാൻ കഴിയാത്ത തരത്തിൽ അതിനെ നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം വീണ്ടും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ 3 വ്യക്തികളും ലോകം പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു എന്നും ഈ പാപമോചന സ്നാനപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക്
പാപം മോചിച്ച് പരിശുദ്ധാത്മ ലഭിക്കും. അപ്പോൾ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ലോകത്ത് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള യേശുനാമ സഭകളിൽ അകത്തിരിക്കുന്നവരുടെയും, അതായത് കുറച്ചുകൂടെ അടുപ്പിച്ച് പറഞ്ഞാൽ സെവൻത് ഏഞ്ചൽ, ദൈവത്തിന്റെ ഏഞ്ചൽ വില്യം മാരിയം ബ്രഹാം എന്ന സാധാരണ ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന്റെ മുഴുവൻ വചനവും വെളിപ്പെടുത്തി കഴിഞ്ഞു. വചനം കാണിച്ചതൊന്നുമല്ല, വചനത്തിനകത്തുള്ള മർമ്മങ്ങളെ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി. ആ വെളിപ്പാട് വിശ്വസിച്ച് അത് ഞാൻ ആത്മാവ് വചനം ധരിക്കുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടി, വെളിപ്പാടിൽ കെട്ടപ്പെടുന്ന മണവാട്ടി. അപ്പോൾ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിച്ചിരിക്കുന്നു. എവിടെ മുതൽ ആ വചനം എടുക്കാം? അപ്പോൾ ദാനിയേലിന്റെ ദർശനം ഏതുവരെയുള്ളതാണ്? 1000 ആണ്ട് വാഴ്ച വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ അവസാനം വരെ പറയുന്നു, ഇതിനകത്ത് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം, അതായത് അവന്റെ ദൂതഗണങ്ങൾ, മനുഷ്യരീതിയിൽ ഈ പുരോഹിത വർഗം തന്നെയാണ് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. യേശു അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത് പറയാം. അടുത്തത്, അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും, അവസാനത്തോളം യുദ്ധം ഉണ്ടാവും. ദാനിയേൽ പ്രവാചകൻ 9:26 പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും, അത് പിശാചില്ല. എന്നിട്ടോ അവസാനത്തോളം യുദ്ധം ഉണ്ടാകും. ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ യുദ്ധം ഉണ്ടാകണം. അതല്ല. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവൻ സഭയിലിരുന്ന് സുവിശേഷമല്ല, സുവിശേഷം നല്ല വർത്തമാനം, അതിനകത്തു നിന്ന് ദൈവിക വെളിപ്പാട് കേട്ട് വിശ്വസിക്കുന്ന ജനമാണ് ദൈവജനം. ഈ വെളിപ്പാട് കേട്ട് വിശ്വസിക്കുമ്പോൾ നമ്മൾ അതിനെ താലന്ന് ലഭിച്ചുകൊണ്ട് കുഴിച്ചിടുകയല്ല ചെയ്യുന്നത്, അതിനെ വിനിമയം ചെയ്യും. വിനിമയം ചെയ്യുമ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടാവും. വിശ്വസിക്കരുത്, പോകരുത്, പിശാചാണ്. ഇതാണ് കർത്താവ് ഉദ്ദേശിച്ച യുദ്ധം. അവസാനത്തോളം ഉണ്ടാകും. ഇന്ന് കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള ട്രാക്റ്റും കൊണ്ട് നമ്മൾ ഈ പെന്തക്കോസ്ത് സഭകളിൽ പോകുമ്പോൾ അവർ നമ്മോട് എന്ത് ചെയ്യുന്നു? അവസാനത്തോളം യുദ്ധം ഉണ്ടാകും. നമ്മൾ സഭാതലങ്ങളോട് പഠിപ്പിച്ചതാണ്, പൗലോസിനെ വിളിച്ച് വേർതിരിച്ചാണ് ഒന്നാമത്തെ സഭാതലം. AD 53 മുതൽ 170 വരെ പൗലോസ്. ഈ പൗലോസിലൂടെയാണ് ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ പഠിപ്പിച്ചത്. അപ്പോഴേക്കും ഈ സഭയ്ക്ക് അകത്ത് തന്നെ അപ്പോസ്തലർ 4:17-18 ഈ പടജനം, പ്രഭുവിന്റെ പടജനം പുരോഹിത വർഗത്തിലൂടെ പറഞ്ഞു, യേശു ക്രിസ്തു നാമ അശേഷം ഉണ്ടായത് ആരോട് ഉപദേശിക്കരുത്. ആ ദാനിയേൽ പ്രവാചകൻ 9:26 പറഞ്ഞ വചനം അപ്പോസ്തലർ 4-4-ാമത്തെ അധ്യായം 17-18 നിവർത്തിയായി. ഈ പ്രഭുവിന്റെ പടജനം, ഈ പ്രഭുവാണ് കുതിരപ്പുറത്ത് വരുന്നവൻ. വെളിപ്പാട് പുസ്തകം പറയുന്ന വെള്ളക്കുതിരപ്പുറത്ത് വന്നവൻ. അവൻ കളർ മാറുകയാണ്, കാരണം നിറത്തിനനുസരിച്ച് അവന്റെ സ്വഭാവം മാറുകയാണ്. ആ വെള്ളക്കുതിരപ്പുറത്ത് വന്നവൻ എന്താ ചെയ്തത്? ആ വിശുദ്ധ മന്ദിരത്തെ പരിശുദ്ധാത്മാവ് ലഭിക്കാതിരിക്കാനായി കർത്താവായ യേശു ക്രിസ്തു നാമത്തിലെ സ്നാനം നിഷേധിച്ചു കളഞ്ഞു. വിശുദ്ധ മന്ദിരത്തെ തകർത്ത് കളയാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കില്ല. ദൈവം അനീതി ചെയ്യുന്നവരെ നീതിമാനോ ഒന്നുപോലെ അനുഗ്രഹിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ സഭാകാലത്തിൽ പറഞ്ഞ മാർച്ച് ഇറാനിയോസിലൂടെ കർത്താവ് വിളിച്ച് പുറത്തു കൊണ്ടുവന്നു കള്ള ഉപദേശം പറഞ്ഞിരുന്നവരെ. അപ്പൊ ഇവിടെ ഓരോ കാലത്തും മാർട്ടിൻ, കൊളംബ, ലൂഥർ, വെസ്ലി, ഇത് പെന്തക്കോസ്ത് സഭ നമ്മളായിരുന്നു. മാർത്തോമയിലും സിയസയിലും പെന്തക്കോസ്തിലുമായിരുന്നു. ഇവിടെ കർത്താവ് ഗോതമ്പ് വിതച്ചത്, കളയും ഇവിടെ ഉണ്ടായിരുന്നു. വെള്ള കാണുന്നതാണ് വിശ്വസിക്കുന്നവർ. ഇങ്ങോട്ട് വരും തോറും പെന്തക്കോസ്തായപ്പോ വളരെ ജനം കുറഞ്ഞു. എന്നാൽ ലോകത്ത് സഭയ്ക്കകത്ത് ജനം ധാരാളമുണ്ട്. ദൈവം അതല്ല കണക്കിടുന്നത്, വെളിപ്പാടിൽ കെട്ടപ്പെടുന്നവർ എത്രയുണ്ടോ അതാണ് ദൈവത്തിന്റെ ജനം. അപ്പോൾ നമ്മൾ ഇന്ന് 7ാമത്തെ സഭയിൽ ഈ പെന്തക്കോസ്ത് സഭ വരും. ഈ പെന്തക്കോസ്തിന്റെ കാലത്താണ് ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചത്. വെളിപ്പാട് പുസ്തകം 3:8 ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നീ എന്റെ നാമം നിഷേധിച്ചില്ല. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് ഇരിക്കുന്ന കർത്താവിന്റെ നാമത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ പുറത്തേക്ക് 7ാമത്തെ കളപ്പുരയിലേക്ക് കർത്താവ് വന്ന് തന്റെ ഗോതമ്പിനെ ചേർത്ത് കൊണ്ട് പോകുന്നതിന് മുമ്പായി ഈ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നതിന് വേണ്ടി പെന്തക്കോസ്തിന് ശേഷം 1906 ഇന്നത്തെ പെന്തക്കോസ്ത് കാലം അവസാനിച്ചു. അതിനുശേഷം ഈ വാതിൽ വഴിയായി കർത്താവ് യേശു ക്രിസ്തു നാമം വഴിയായി വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത്. ആ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കത്തോലിക്കർ, പെന്തക്കോസ്തുള്ളവർ. ഒരു വ്യക്തികളും യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനം കഴിക്കില്ല. എങ്കിൽ മാത്രമേ വിശുദ്ധനാവുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധനാകുകയും. അപ്പോൾ മന്ദിരത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു 1ാമത്തെ കുതിരപ്പുറത്ത് വന്നവൻ. അതിന്റെ മുൻസൂചനയാണ് ദാനിയേൽ 9:26 പറയുന്നത്.
പ്രഭുവിന്റെ പടജനം, ഈ പുരോഹിത വർഗം വന്ന് ഇവിടെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇവിടെ ഇരുന്ന് സ്നാനപ്പെടാത്ത തരത്തിൽ, എന്നാൽ ഒന്നാമത്തെ സഭയിൽ കർത്താവായ യേശു ക്രിസ്തു നാമം സ്നാനപ്പെട്ടതുപോലെ ആ ഗോതമ്പിന്റെ കളപ്പുഴ ശേഖരിക്കുമ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നാമം സ്നാനപ്പെട്ടാണ് ഇവിടെ കയറേണ്ടത്. അല്പം മാത്രമേ ജനമുള്ളൂ. ഭൂമി മുഴുവൻ ക്രിസ്ത്യാനികളാണ്. ദൈവം കണക്കിടുന്ന വിശ്വാസത്തിലൂടെ അല്പം മാത്രമേ ഉള്ളൂ. ഇതിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ അവസാനത്തോളം യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ് വിളിച്ചു കൂടുന്ന കാലം നമുക്കറിയാം. ഞാനൊക്കെ പെന്തക്കോസിൽ വരുമ്പോൾ ഏകദേശം 18-20 വർഷം മുമ്പ് വന്നു. ആ സമയത്ത് ഞാൻ CSIയിലും മാർത്തോമയിലും പല സഭകളിലായിരുന്നു. അപ്പോൾ നമ്മളോട് പലരും പറഞ്ഞെന്താണ്, അവസാനത്തോളം യുദ്ധമുണ്ടാകുമെന്ന് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഓരോ കാലത്തും ദൈവം അപ്പോസ്തല പ്രവൃത്തി മുതലുള്ള വചനം തെറ്റി നിൽക്കുന്നതിന്റെ ശരിയായത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ മുൻപോട്ടുള്ള സഭകളിൽ വിളിച്ചു പറയുകയും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ തർക്കമുണ്ടാകും. പോകരുത് പോകരുത്, അവർ ശരിയല്ല, ആ ജനത്തെ നോക്ക്, സമൂഹത്തിൽ കൊള്ളാവുന്നവരല്ല, അല്ലെങ്കിൽ അവർ സഭ നോക്കുക, വിളിച്ചവരാരാണ് എന്ന് പറയുമ്പോൾ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകും. അവിടെ ഒരു തർക്കമുണ്ടാകും. ജയിക്കുന്നവനെ ഞാൻ എന്നോടൊപ്പം പരദീസയിൽ നൽകും. അപ്പോൾ ഈ പിശാച് കടന്നു വന്ന് അവസാനത്തോളം യുദ്ധമുണ്ടാവും. പക്ഷേ അവന്റെ അവസാനം ഒരു പ്രളയത്തോടു കൂടി ആയിരിക്കും അവനെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചു പറയുന്ന അപ്പോസ്തലന്മാർ ഒന്നാമത്തെ സഭയും അവസാനത്തെ സഭയും, ഒരു മനുഷ്യൻ ചെറുപ്പമാകുമ്പോൾ ഉണ്ടാകുന്ന അതേ നിഷ്കളങ്ക സ്വഭാവം തന്നെയാണ് വയസ്സാകുമ്പോഴും. അപ്പൊ നമ്മൾ ഇന്ന് 7ാമത്തെ സഭയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ വിളിച്ചു പറയുന്നത് കത്തോലിക്ക, മാർത്തോമ, CSI, ലൂഥർ സഭ, പെന്തക്കോസ്ത്, ഈ സഭകളിലേക്കാണ് വിളിച്ചു പറയാനുള്ളത്. ശരിയായ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ. അപ്പോൾ യുദ്ധം ഉണ്ടാവുന്നു. നമ്മൾ അവരെല്ലാം ഉപദ്രവിക്കുന്നു. അപ്പോൾ അവരാരുടെ ജനം? പിശാചിന്റെ ജനം. നോക്കുക, ഇതിനെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത്. ഈ ആ ശൂന്യമാക്കുന്ന വരെ നോക്കൂ. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ശൂന്യങ്ങൾ? പരിശുദ്ധാത്മാവ് വസിക്കാതിരിക്കുന്ന വ്യക്തികൾ എത്ര പേരുണ്ടാകുമെന്ന് മുന്നമേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിയമിക്കപ്പെട്ടതിനാൽ മുന്നമേ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ ജാതികളുടെ സംഖ്യ തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. അപ്പോഴും അവിടെയുമുണ്ട് വിശുദ്ധ ജനത്തിനും ഒരു എണ്ണമുണ്ട്. സംഖ്യ തികയോളം യെരൂശലേം. ഇന്ന് അൽ-അക്സ മുസ്ലിംസ് ചവിട്ടുകയാണ്. അപ്പൊ നമ്മളിൽ ആരൊക്കെയോ പരിശുദ്ധാത്മപൂർണ്ണനാകുന്ന ഒരു എണ്ണം തികയുന്നത് വരെ അവരവിടെ ചവിട്ടും. അത് കഴിയുമ്പോൾ ഗോതമ്പിനെ കളപ്പുരയിൽ നിന്ന് കർത്താവ് കൊണ്ടുപോകും. അത് വളരെ ചുരുക്ക സമയമുള്ളൂ. അപ്പോൾ അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആര് മാത്രമേ ഇത് എത്രത്തോളം നമ്മൾ വിളിച്ചു പറഞ്ഞാലും വിശ്വസിച്ച് വരികയുള്ളൂ എന്ന് കർത്താവ് മുന്നമേ കണ്ടു. ശൂന്യങ്ങൾ, പരിശുദ്ധാത്മാവില്ലാത്ത അതും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഉദാഹരണം, യോഹന്നാൻ സുവിശേഷം 14:18 പറയാണ്. യേശു പോകുന്നതിന് മുമ്പ് നേരത്തെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കണ്ട എന്താണ്? ശ്രദ്ധിക്കുക. യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ശൂന്യമാക്കുന്നവൻ വരുന്ന കാര്യമാണ് പറഞ്ഞത്. യേശു പോകാൻ സമയത്ത് അതേ കാര്യം ദാനിയേൽ പ്രവാചകൻ 9:26 പറഞ്ഞ കാര്യം യേശു യോഹന്നാൻ സുവിശേഷം 14:18 ആവർത്തിച്ച് പറയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. അപ്പൊ ക്രൂശീകരണം കഴിഞ്ഞ് കർത്താവ് പോവുകയാണ്. നമുക്ക് അനാഥരായി വിടുകയില്ല. ഞാൻ അങ്ങ് പിതാവിന്റെ സ്ഥലത്തിരുന്നിട്ട് ഞാൻ വേറൊരു കാര്യത്തിന് അയക്കുന്ന കൈ വെച്ചിട്ടുണ്ട്. ദൈവജനത്തിന് അറിയാം. നമുക്ക് ദൈവം പറയുമ്പോൾ തെറ്റിക്കുന്ന രീതിയിലും പറഞ്ഞിരിക്കുന്നു, ശരിയായ രീതിയിൽ. അത് ജീവനും മരണവും, നന്മയും തിന്മയും, ശാപവും അനുഗ്രഹവും ഏടൻ തോട്ടം മുതലേ എന്ന് തന്നെയാണ് ചോയ്സ് നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആശ്രയിക്കാൻ, പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ അവൻ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടണം. അപ്പോൾ ഇത് ഗ്രഹിക്കും. അപ്പോൾ ഞാൻ തന്നെ പോയി മടങ്ങി വരും. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് ക്രിസ്തു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ യേശു പോയി മടങ്ങി വരും. ക്രൂശീകരണം കഴിഞ്ഞ ശേഷം യേശു പോകുന്ന സമയത്ത് മടങ്ങി വരുന്നത് തിരിച്ചാത്മാവായിട്ട്. ആർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ? നമ്മൾ പഠിച്ചതാണ് 1 യോഹന്നാൻ 2:22, 1 യോഹന്നാൻ 4:2 പറയുന്നു, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശു ക്രിസ്തു പണ്ടേ ഉണ്ടായിരുന്ന യേശു ക്രിസ്തു കന്യകയിലൂടെ ജഡശരീരത്തിൽ വന്നതാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി എന്നല്ല, ആത്മാവൊക്കെയും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് കണ്ട, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ വന്നാൽ ആ വ്യക്തിക്ക് വെളിപ്പെടും യഹോവയായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണ് മറിയിലുള്ള ശരീരത്തിൽ വന്നത്. 2 അല്ല 1. അങ്ങനെ ആ കർത്താവ് തന്നെ പോയി മടങ്ങി വരും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പോയി മടങ്ങി വരും എന്ന് പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രഭുവിന്റെ കാര്യം യേശുയുടെ യോഹന്നാൻ 14 ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കുക,
ഒന്ന് രണ്ട് കാര്യം മുമ്പേ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നതിന് മുമ്പ് സമാധാനം എന്താണ്? പരിശുദ്ധാത്മാവ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാ. ഭൂമിയിൽ നിന്ന് ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത കത്തോലിക്ക മാർത്തോമാ ഈ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സ്നാനപ്പെട്ടിട്ടും തെറ്റായ മന്ന കഴിക്കുന്നുവെങ്കിൽ പിന്നെ മുദ്രയിടാൻ പറ്റില്ല. കാര്യം വ്യാഖ്യാനം തെറ്റാ. ഏദൻ തോട്ടം മുതൽ ഒരു വചനം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ മരണം ഇന്നുവരെയും കടന്നു വരുന്നു എങ്കിൽ യേശുനാമ സഭകളും സ്നാനപ്പെട്ട് ആ സഭയിൽ ചെയ്തിട്ട് മുഴുവൻ വചനങ്ങളും വ്യാഖ്യാനങ്ങളും 90% തെറ്റാണ്. അതുകൊണ്ട് കർത്താവിന് മുദ്രയിടാൻ പറ്റില്ല. അതുകൊണ്ട് വെളിപ്പാട് 18:4 പറയുന്നത് വേറൊരു ശബ്ദം സ്വർഗത്തു നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ 1000 ഡൈവേർഷൻ ഉണ്ട് ഇതിനിടയിൽ ഇരിക്കുന്ന ആരെങ്കിലും ദൈവജനമുണ്ടെങ്കിൽ ഈ കർത്താവ് യേശുക്രിസ്തു നാമത്തിലെ സ്നാനം വഴിയായി കളപ്പുരയിൽ ശേഖരിക്കപ്പെടുമ്പോൾ ഇവിടെ വരുന്ന മണവാട്ടിക്ക് വേണ്ടിയുള്ള മന്ന ഏകദേശം 60-70 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് എല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി മണവാട്ടി ഭക്ഷിക്കേണ്ടത് ഇവർ വെളിപ്പെടുത്തുന്ന വ്യാഖ്യാനമല്ല, ഇവർ പഠിപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താലുള്ള ദൈവിക വെളിപ്പാടാണ് കേട്ട് ഭക്ഷിക്കാൻ. അത് നമ്മുടെ മെസ്സേജ് മുഴുവനും വില്യം മൈരി ബ്രൺഹാമിലൂടെ കർത്താവ് സംസാരിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ്. ഈ ശിഷ്യന്മാരോടാണ് പറയുന്നത്. ശിഷ്യന്മാരാരാ? പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രന്റെ അടുക്കിലേക്ക് വന്നവരാണ് നിങ്ങൾക്ക് നൽകുന്നു. ഇതൊക്കെ വായിക്കുന്നവർക്കല്ല. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം എന്താ തരുന്നത്? പ്രാപിക്കാന്ന് പറഞ്ഞ് പുരോഹിതൻ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമെങ്കിൽ ഈ പുരോഹിതൻ ദൈവത്തെക്കാൾ വലിയവനായില്ലേ? ദൈവം പറയുന്നത് ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ എങ്കിൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. അപ്പൊ ആ സ്ഥാനത്ത് നിഷേധിച്ചു നിൽക്കുന്ന പ്രഭുവിന്റെ ഭടജനമായ ഈ പുരോഹിത വർഗം കൈവച്ചാൽ പരിശുദ്ധാത്മാവ് വരുമെങ്കിൽ പിന്നെ കർത്താവിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിക്കേണ്ട ആവശ്യമുണ്ടോ? ലഭിക്കുന്നുണ്ട്. എന്താ? അവരുടെ ഉള്ളിൽ വന്ന എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ അവരിലേക്ക് പകരുകയാണ്. അതുകൊണ്ടാണ് അത് വിട്ടിട്ട് വീണ്ടും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ രക്തസ്നാനമേ ഉള്ളൂ. ആ സ്നാനം ഏൽക്കണം. ഒരു അഭിഷിക്തന്റെ കീഴിൽ സ്നാനം ഏൽക്കണം. ആ അഭിഷിക്തൻ നമുക്ക് പെന്തക്കോസ്ത് വരെയുള്ള അല്ലെങ്കിൽ യേശുനാമ സഭകളിലുള്ളവരിലുള്ള ആ അഭിഷേകമാണ് അവരിലേക്ക് വരുന്നത്. ശരിയായ പരിശുദ്ധാത്മാവാണെങ്കിൽ എങ്ങനെ ഇത്രയും കാലം നിങ്ങൾ തെറ്റുപഠിപ്പിച്ചിട്ടും സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓർമ്മപ്പെടുത്തി തന്നില്ല? അപ്പോൾ പരിശുദ്ധാത്മാവാണോ? അല്ല. അതൊന്ന് വിട്ടുപോരുവിൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ. വെളിപ്പാട് 18:4. ആരാ? ഈ സംഘടനാ സഭകൾ പറയുന്ന തെറ്റായ ഉപദേശം പാപമാണ്. അതിൽ നിങ്ങൾ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും. എന്താ ബാധകൾ? ഈ പുസ്തകത്തിൽ ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് ബാധകളായിരിക്കും. ദൈവം ഒരുവന് പിശാച് പോലും പേടിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തവനെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. ഇത് 3 എന്ന് പറയുമ്പോൾ വീണ്ടും പിന്നെ 3 ചേർന്ന 1 എന്ന് പറയുന്നവർക്ക് ബാധകളായിരിക്കും. അവരുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കാൻ അവളെ ഈ സംഘടനാ സഭകളെ വിട്ടുപോരുകയും കളപ്പുരിയിൽ ശേഖരിക്കപ്പെടണം. അതുകൊണ്ട് പറഞ്ഞ ലോകം തരുന്നത് പോലെ അല്ല, അവർ നൽകുന്നത് എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പഠിപ്പിക്കുന്ന തെറ്റായ ഉപദേശം അവർക്കൊരു പ്രശ്നമില്ലാതെ കേട്ടുകൊണ്ട് അവരുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. എന്തിനാണ് നിങ്ങൾ പറഞ്ഞത്? ശരിയായ ഉപദേശം നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഇവരെല്ലാം നമ്മൾ ഉപദ്രവിക്കുകയാണ്. അത് കണ്ട് നിങ്ങൾ ഭ്രമിക്കരുത്. അടിക്കുകയും ഉപദ്രവിക്കുകയും പിടിച്ചുകളയും രാജ്യം വലിച്ചെടുക്കുകയും തീരുന്നതൊക്കെ ചെയ്യും. ഭ്രമിക്കരുത്. യേശു മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. സത്യം വിളിച്ചു പറയുമ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. അടുത്ത് 14:28 ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. ഈ മടങ്ങി വരുന്നത് പരിശുദ്ധാത്മാവായിട്ടാണ് വരുന്നത്. അത് ഈ വക കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഇതിനിടയിൽ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഇതിനിടയിൽ സംഭവം യോഹന്നാൻ 14:28, 29 വചനം പറയും. പക്ഷെ 28 കഴിഞ്ഞ് വേറെ കുറെ കാര്യം ചേർക്കേണ്ടതുണ്ട്. അതാണ് ഇത്രയും സമയം പഠിപ്പിച്ചത്. ഞാൻ പോയ ശേഷം പ്രഭു എതിർക്രിസ്തു വരും, വെള്ളക്കുതിരപ്പുറത്തുള്ള പുറപ്പെട്ടു വരും, അപ്പോസ്തലന്മാർ പറയുന്നതിന് വിരുദ്ധമായി പറയും, നിങ്ങൾ കേൾക്കരുത് എന്ന് യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവരെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, ഇവരെ തള്ളുന്നവൻ എന്നെ അയച്ചിരുന്നു. ഇതെല്ലാം യേശു ഭാഗമായി ഇവിടെ അല്പം അവിടെ അല്പമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ വക കാര്യങ്ങളെല്ലാം യോഹന്നാൻ 14:28 പറഞ്ഞ ശേഷം ഒരു 10-15 വാക്യം കൂടെ പറഞ്ഞിട്ടാണ് ഇത് പറയേണ്ടതിരുന്നത്.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ പുരോഹിത വർഗം ഇത് സഭയെ പഠിപ്പിക്കണം. അതാണ് ഇടയ്ക്കുള്ള പഠിപ്പിച്ചത്. 29 അത് സംഭവിക്കുമ്പോൾ ഇത്രയും സമയം പറഞ്ഞത് പിശാച് വന്ന് ദുരുപദേശം പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട്, നമ്മളോട് മാത്രമാണ്. നമ്മളുടെ പരിശുദ്ധാത്മാവ് ലഭിച്ച യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ഏറ്റ് പരിശുദ്ധാത്മാവ് ലഭിച്ചവർ മാത്രം പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. എന്തുകൊണ്ടാ? ശ്രദ്ധിക്കാം, ഞാൻ നിങ്ങളോട് ഇനി വളരെ സംസാരിക്കില്ല. യേശു മർമ്മപ്രധാനമായ കാര്യമാണ്, തെറ്റിച്ച് കളയും. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ കളിച്ചത് ശ്രദ്ധിച്ചുണ്ടായിരുന്നത്. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കില്ല യേശു പറയാണ്. കാരണം എന്താ? ലോകത്തിന്റെ പ്രഭു വരുന്നു. അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലിരിക്കുന്ന പഠിപ്പിക്കുന്നവർ എതിർ ക്രിസ്തുക്കളാണ്. ഇവരോട് നമുക്ക് എന്ത് കാര്യമാണ് ഉള്ളത്? വചനം പറഞ്ഞിരിക്കുന്നു, ലോകത്തിന്റെ പ്രഭു വരുന്നു. ഇതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 9:26 പറഞ്ഞത്. അതിനു മുമ്പും പറഞ്ഞെന്താ? ആ പ്രഭു വരും, പ്രഭുവിന്റെ പടജനം വരും. പ്രഭു സാത്താൻ, അവന്റെ പടജനം പുരോഹിതവർക്ക്, ഈ മഹാപുരോഹിതന്മാരെന്ന് പറയുന്നവർ മുഴുവൻ എതിർ ക്രിസ്തുക്കളാണ്. യേശു തന്നെ പറയും, ഞാൻ നിങ്ങളോട് ഇനി അധികം സംസാരിക്കില്ല. കാര്യം എന്താ? എല്ലാം ഉപമയായും സാദൃശ്യമായും ഗൂഢമായും മർമ്മമായും സംസാരിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് പ്രാപിച്ച പുരോഹിതൻ സകല സത്യത്തിലും വെളിപ്പെടുത്തും. അന്നത് സംഭവിക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നോക്ക്, എന്ത് കൃത്യമായിട്ട് കർത്താവ് കാര്യങ്ങൾ പറഞ്ഞു പോകണം. നോക്കൂ, ലോകത്തിന്റെ പ്രഭു വരുന്നു. അതായത് യേശു ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം പിശാച് വരുമെന്ന് പറഞ്ഞു. ഈ പിശാച് ഒന്നാമത്തെ മുദ്രയിൽ വരുന്ന എതിർ ക്രിസ്തു ഇതുവരെ മുദ്ര പൊട്ടിച്ചിട്ടില്ലെന്ന് എവിടെയൊക്കെ പഠിപ്പിക്കുന്നത്. യേശു നാമ സഭകൾ സ്നാനം മാത്രമേ ഉള്ളൂ. ഞാനത് പറയാൻ കാര്യം അതിലുള്ള അനേകർ വിളിക്കുന്നുണ്ട്. അവര് സ്നാനം മാത്രമേ ചെയ്തുള്ളൂ. മന്ന കഴിക്കുന്നതെല്ലാം വിഷം, മരണകരമായ ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച് ജീവന്റെ പുതുക്കം പ്രാപിക്കുന്ന മന്നയല്ല അവിടെ നിന്ന് ലഭിക്കുന്നത്. അതിനെ മുരടിപ്പിച്ച് കളയുകയാണ്. ശരിയായ മന്ന കളപ്പുരയിൽ ശേഖരിച്ചു കഴിഞ്ഞു. അപ്പൊ ലോകത്തിന്റെ പ്രഭു വന്നിട്ട് നോക്കി, യേശു പറയുന്നു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഒന്നാമത്തെ കുതിരപ്പുറത്ത് പുറപ്പെട്ട് വന്നവനാണ് ഇത് തെറ്റിച്ചതെന്ന് പിശാച് അവരെ പഠിപ്പിക്കൂ. അവരുടെ ഉള്ളിലും അവരുടെ സഭയിലും പരിശുദ്ധാത്മാവാണ് നടത്തുന്നതെങ്കിൽ ആ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ലഭിക്കാതിരിക്കാൻ പിശാച് ആദ്യമേ കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം തന്നെ നിഷേധിച്ചു. പിന്നെ അവിടെ നടക്കുന്നത് സാത്താൻ അവിശ്വാസിയുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു. എന്നിട്ട് ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്നവനാണ് യേശു പറഞ്ഞ ലോകത്തിൽ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ ഷെയർ ചെയ്യുക. യൂട്യൂബ് ലൈവായിട്ടും ഫേസ്ബുക്കിൽ ലൈവായിട്ട് കൊടുക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുക. എവിടെയെങ്കിലും ആരെങ്കിലും ദൈവത്തിന്റെ ജനമുണ്ടെങ്കിൽ അവർ വിളിക്കട്ടെ. നോക്കൂ, ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പോവുകയാണ്. നമ്മൾ എടുക്കുന്ന വിഷയം എന്താണ്? യേശുവിന്റെ ക്രൂസ് മരണശേഷം യഹൂദന്മാർക്ക് 7 വർഷമുണ്ട് എന്നാണ് എല്ലാ സഭകളും പഠിപ്പിക്കുന്നത്. അത് തെറ്റ്. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. പരിശുദ്ധാത്മാവ് അല്ല അവരുടെ ഉള്ളിൽ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു എന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:27 പറയാണ്, യേശു അഭിഷിക്തൻ വരുമ്പോൾ, അല്ലെങ്കിൽ മശിഹ യഹോവ രക്ഷകനാണ് അവിടെ വരുന്നത്. യെശയ്യാ പ്രവാചകൻ 34-ാമത്തെ അധ്യായവും യെശയ്യാ പ്രവാചകൻ 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, യഹോവ തന്നെ വന്ന് നിങ്ങളെ രക്ഷിക്കും. അവൻ തന്നെ, അവന്റെ നാമം യഹോവ എന്നാകുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ യഹോവ തന്നെ വരുമ്പോൾ ആ യഹോവ വന്നിട്ട് എന്ത് ചെയ്യും? ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമം കഠിനമാക്കും. ഇത് സംഭവിച്ചു കഴിഞ്ഞു. യേശു വരുന്നത് ഒരാഴ്ച വട്ടത്തേക്കാണ്. 69 ആഴ്ചവട്ടം കഴിഞ്ഞ് ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം എന്ന് പറയുന്നത് പോലെ ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷം. 7 വർഷത്തേക്ക് ഒരു നിയമം കഠിനമാക്കും. അപ്പൊ മോശയുടെ പുസ്തകം വഴിയുള്ള നിയമത്തേക്ക് കർത്താവിടെ മാറ്റും. നിയമം എങ്ങനെ മാറ്റും? കഠിനമാക്കും. യേശു വന്നപ്പോ അതിന് ഉദാഹരണം എന്ത് പറഞ്ഞു? ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവെ, മോശ ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാമെന്ന് പറയുന്നു, നീ എന്ത് പറയുന്നു? യേശു എന്ത് പറഞ്ഞത്?
ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം ചെയ്താൽ അവളോട് വ്യഭിചാരം ചെയ്യുന്നു. അപ്പൊ പഴയ നിയമത്തിലാണെങ്കിലോ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം. ഇവിടെ എന്ത് പറയുന്നു? കൊല്ലാനല്ല, അവളെ ഉപേക്ഷിക്കാൻ. അവളെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കണമെന്ന് യേശു പറഞ്ഞത്. അത് യേശു ഈ യഹൂദന്മാരെ വിടുവിച്ച് കൊണ്ടുപോകുന്നത് വരെ. പക്ഷെ അതിനിടയിൽ യേശു അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു, എടുക്കപ്പെട്ടു. ഇനി വേറൊന്നെന്താണ് പറയുന്നത്? യേശു ഇതുപോലെ പറയുന്നുണ്ട്, സ്ത്രീയെ മോഹത്തോടുകൂടെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. പഴയ നിയമത്തിലെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെടണം, ഇപ്പോഴോ വീണ്ടും കഠിനമാക്കുന്നു. ഇതുപോലെ യേശു ഒരുപാട് കാര്യങ്ങൾ ഒരു ആഴ്ചവട്ടത്തേക്ക്, അതായത് 7 വർഷത്തേക്ക് യേശു കഠിനമാക്കി. പക്ഷെ 3.5 വർഷമായപ്പോൾ യേശുവിനെ കൊന്നു. നോക്കൂ, അത് കഴിഞ്ഞിട്ട് ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. ആരാണ്? ആഴ്ചവട്ടത്തിന്റെ മധ്യയാകുമ്പോൾ ഈ വന്ന രക്ഷിതാവായ യഹോവയായ കർത്താവിന്റെ ശരീരത്തെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. യഹോവയെ കൊല്ലാൻ പറ്റില്ല, യേശുക്രിസ്തുവിനെയും കൊല്ലാൻ പറ്റില്ല. ദൈവമാണ്, അത് ആത്മാവാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യയായപ്പോൾ, അതായത് 3.5 വർഷമായപ്പോൾ യേശു കാൽവരി ക്രൂശിൽ യാഗം, പാപപരിഹാര മാർഗം, അതിനു മുമ്പ് അകൃത്യയാഗം, പാനീയയാഗം, ഭോജനയാഗം, എല്ലാ തരം യാഗങ്ങളും കഴിക്കണമായിരുന്നു. യേശു ക്രിസ്തു ഒരിക്കലായി എന്നേക്കുമായി സകല മനുഷ്യരുടെയും പാപപരിഹാര മാർഗത്തിനായി ക്രൂശിൽ യാഗമായത് ആഴ്ചവട്ടത്തിന്റെ മധ്യേ 3.5 വർഷമായപ്പോൾ. എബ്രായ ലേഖനം 10:10 പറയുന്നു, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി സകല യാഗങ്ങളും നിർത്തലാക്കി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞിരിക്കുന്നത് എപ്പോഴാ? ആഴ്ചവട്ടത്തിന്റെ മധ്യേ. വെറും 3.5 വർഷം ഉള്ളപ്പോൾ യാഗമായി. പിന്നെ ബാക്കി എത്രയുള്ളത്? 3.5. അതിന് വചനം തെളിവുകൊണ്ടേ നോക്കാം. ഇനി അവിടെ പറയും, നോക്കൂ, ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. അങ്ങനെ യേശു ക്രൂശിലായി. ക്രൂശിലേറിയ ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷമുള്ള കാര്യം വീണ്ടും കൂടെ പറയും. നോക്കൂ, 9:27, മ്ലേച്ഛതകളുടെ ചിറകിന്മേലേറി ശൂന്യമാക്കുന്നവൻ വരും. ശൂന്യമാക്കുന്നവനാരാ? പിശാച്. അവൻ വരേണ്ടത് എവിടെയാണ്? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ദൈവസഭയിൽ തന്നെ കടന്നു വരണം, മറ്റൊരു മനുഷ്യരുടെ ഹൃദയത്തിലല്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4:17-18 എതിർ ക്രിസ്തു ഒന്നാമത്തെ കുതിരപ്പുറത്തവൻ മ്ലേച്ഛതകളുടെ ചിറകിന്മേലേറി. ചിറകെന്താ? ശരീരം. ദൈവത്തിന്റെ ശരീരമാണ് ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നു. പിശാചിന്റെ ഉപദേശം കേൾക്കുന്നവൻ പിശാചിനോട് ചേർന്നു, അത് സാത്താന്റെ സഭ. വെളിപ്പാട് ദിവസം നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ രണ്ടാമത്തെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ചകളിൽ. അത് സാത്താന്റെ പള്ളി. ഒന്നാമത്തെ സഭാകാലത്തിൽ സാത്താന്റെ പള്ളി. രണ്ടാമത്തെ സഭ പറയുന്നുണ്ട് അത് മൂന്നാമത്തെ സാത്താന്റെ സിംഹാസനമുള്ള ഇടം. അപ്പൊ പിശാചിന്റെ ഉപദേശം കേട്ട് നിൽക്കുന്ന കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തുകളുടെ ഏത് സഭയാ? ദൈവസഭയല്ല. ബൈബിൾ പറയും ദൈവസഭയ്ക്ക് ഈ വക മര്യാദയില്ല. അപ്പൊ സാത്താന്റെ സഭയുണ്ട്. സാത്താന്റെ ഉപദേശം കേൾക്കുന്നവർ പിശാചിന്റെ ശരീരത്തിലേക്ക് പോവുകയും അതിന് അവസാനം എല്ലാം മഹാപ്രളയത്തോടുകൂടി അവസാനിപ്പിക്കും. യേശുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശം നിൽക്കുന്നവരെ ക്രിസ്തുവിന്റെ സഭയാവും. അതാണ് ദൈവസഭ. 2 സഭ ഇവിടെ ഉണ്ട്. അപ്പോൾ മ്ലേച്ഛതയുടെ ചിറകെന്ന് വെച്ചാൽ ശരീരം. പഴയ നിയമത്തിൽ എന്റെ ഭുജം നിന്നെ താങ്ങിക്കൊള്ളും. വരാൻ പോകുന്ന ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം ഇരുന്ന ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട്. മോശ അവരെ താങ്ങുമെന്നല്ല, ആ ശരീരത്തിൽ ഭുജം ദൈവത്തിന്റെ ശരീരമാണ്. ആ ശരീരത്തിൽ നിന്നുകൊണ്ട് ദൈവം തന്നെ നമ്മളെ താങ്ങിക്കൊള്ളും. അതുപോലെ മ്ലേച്ഛതകളുടെ ചിറകെന്ന് പറഞ്ഞാൽ പിശാചാണ് മ്ലേച്ഛമായ ഈ പ്രഭു. ആ പ്രഭുവിന്റെ ശരീരം അവൻ പിശാച് മഹാപുരോഹിതന്മാരെ നുഴഞ്ഞു കയറിയിട്ട് എല്ലാവരെയും ശൂന്യമാക്കുന്നവൻ. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതാണ് ശൂന്യത. അതാണ് നമ്മൾ പറഞ്ഞത്. യേശു വരുമ്പോൾ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് വഴിയൊരുക്കും, തോടുകൾ. മരുഭൂമി പരിശുദ്ധാത്മാവില്ലാതെ ഹൃദയം ഉണങ്ങി വരണ്ട് കിടക്കുന്ന, ഇരുളായി കിടക്കുന്നിടത്ത് സുവിശേഷം എന്ന വചനം പറയും. അവിടെ നിന്ന് ജീവജലത്തിന്റെ നദികൾ, തോടുകൾ പൊട്ടിപ്പുറപ്പെടും. അപ്പൊ അതില്ലാത്ത സ്ഥലം ഇന്നും ഈ പരിശുദ്ധാത്മാവ് വസിക്കാത്ത ഹൃദയങ്ങൾ തന്നെയാണ്. അത് നമുക്ക് ശൂന്യമാക്കുന്നവൻ വരും. ഏതുവരെ? നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. പിശാച് വന്ന് ഉപദേശിച്ചിരിക്കുന്ന ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭകൾ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരോടും അത് വിശ്വസിച്ചിരിക്കുന്ന ജനത്തിന്റെ മേലും ദൈവം എന്തായിരിക്കും? ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. പിന്നെ കൂട്ടിക്കെട്ടി കത്തിക്കുക എത്ര ബാക്കി. അതിനു മുമ്പായിട്ടാണ് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുവാൻ ദൈവകൃപയാൽ നമ്മൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ട്രാക്ട് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ആ നാളുകളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു.
ജാതികളുടെ സംഖ്യ തികയോളം, അത് കർത്താവിനെ അറിയാവൂ എപ്പോഴാണ് വരുന്ന സമയം, അതുവരെയും ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഇനി അവൻ വന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 കർത്താവ് യേശുക്രിസ്തുവിന് നാമം നൽകി. അപ്പോൾ അവൻ ഈ ശൂന്യമാക്കുന്നവൻ എന്താ? പരിശുദ്ധാത്മാവ് ലഭിക്കാതിരിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തിലെ സ്നാനം നിഷേധിച്ച് കളഞ്ഞു. ശൂന്യമാക്കുന്നവൻ വന്നു പറഞ്ഞതാണ് അപ്പോസ്തലപ്രവൃത്തി 4:17-18. 4:12 പറഞ്ഞതോ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാനായി ഒരു എളിയ മനുഷ്യനെ കർത്താവ് ഉപയോഗിച്ചു. ഇനി ബാക്കി 3.5 വർഷമേ ഉള്ളൂ എന്നതിന്റെ തെളിവ് ശ്രദ്ധിക്കുക. അപ്പോ അഭിഷിക്തൻ ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതായത് 7 വർഷം ഉണ്ടായിരിക്കെ 3.5 വർഷത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശൂന്യമാക്കുന്നവൻ വരുമെന്ന് 2-3 വാക്യം ഉണ്ടായിരുന്നു. അത് നമ്മളുടെ അപ്പോസ്തലപ്രവൃത്തി 4:17-18 കണ്ടു. വെളിപ്പാടിൽ മുദ്ര തുറന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ കുതിരപ്പുറത്ത് പുറപ്പെട്ടു വന്നവൻ ആദ്യത്തെ ഒന്നാമത്തെ സഭ ആയപ്പോഴേ ഭൂമിയിൽ വന്നു. പുരോഹിതന്റെ വേഷത്തിലിരിക്കുന്നു. പിശാച് അവിശ്വാസത്തെ ഹൃദയത്തെ കുരുടാക്കിയത് കൊണ്ട് അവർക്ക് ഇന്നുവരെ മറിഞ്ഞുകൂടാ. അവരിലൂടെ സംസാരിക്കുന്നത് പിശാചാണ്. അവർ പിശാചിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ദൈവം അതിനെ കത്തിച്ച് കളയുന്നവർക്ക് ഇന്നുവരെ അറിയില്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന എത്ര വലിയ സ്നേഹമാണെന്ന് ആലോചിച്ചു. ഇനി ബാക്കി 3.5 വർഷമേ ഉള്ളൂ എന്നതിന് വെളിപ്പാട് തെളിവ്. വെളിപ്പാട് പുസ്തകം 11:2 ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ മന്ദിരത്തെ 42 മാസം ചവിട്ടും. ഈ ആലയം ഏതാണ്? ഒന്ന് അന്നത്തെ യെരുശലേം ദേവാലയം നമുക്ക് വിശ്വസിക്കാം. അതിനെ ഈ ശൂന്യമാക്കുന്നതിന് പറയുന്നുണ്ട്. പിന്നെയോ പ്രാകാരത്തിൽ വരുന്നത് പാപികളാണ്. മുമ്പ് അതിപരിശുദ്ധമായത് ഈ ഇതുപോലെ കർത്തനുണ്ട്, കർത്തന് പുറകെയായിരുന്നു പരിശുദ്ധ ദൈവം. അപ്പൊ പുരോഹിതൻ പ്രാകാരത്തിൽ വരുന്ന ജനങ്ങളുടെ പാപം പുരോഹിതൻ വഹിച്ചിട്ട് ആ ജനത്തിന്റെ പാപത്തിന് വേണ്ടി ഇടുപ്പിൽ ഒരു കയറ് കെട്ടിക്കൊണ്ട് ഇതിനകത്ത് കയറും. അത് അതിവിശുദ്ധ സ്ഥലം, ഇത് വിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലത്ത് പോയി പാപപരിഹാരം, പ്രാകാരത്തിലുള്ള ജനങ്ങളുടെ പാപപരിഹാര മാർഗത്തിനകത്ത് കയറുമ്പോൾ ഈ പുരോഹിതൻ ശരിയായ പാപമോചനം പ്രാർത്ഥനയിലൂടെ കൃപയിലൂടെ ലഭിക്കാതെയാണ് അതിനകത്ത് കയറുന്നെങ്കിൽ അവിടെ മരിച്ചു വീഴും. അവിടെ മരിച്ചു വീണാൽ പിന്നെ ആർക്കും കയറാൻ പറ്റില്ല. കാര്യം എന്താ? ആ ജനത്തിന്റെ പാപവും വഹിച്ചു കൊണ്ടുപോയി ആ പരിഹാര മാർഗം പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആ പുരോഹിതൻ മരിച്ചു വീണാൽ പിന്നെ ആർക്കും അതിനകത്ത് കയറി ഡെഡ് ബോഡി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇടുപ്പിൽ ഒരു കയറ് കെട്ടുന്നത്. ഇന്നത്തെ സഭാ പുരോഹിതന്മാർ കെട്ടുന്നത്. ആ കാലമെല്ലാം കഴിഞ്ഞുപോയി. മാർത്തോമയും കത്തോലിക്കും ഇപ്പൊ കുറെ പെന്തക്കോസ്തിന്റെ റവറന്റ് എന്നും ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നിലനിൽപ്പുള്ളൂ. ഈ ശൂന്യമാക്കുന്ന വന്നിട്ടാണ് അതൊക്കെ ആ നിയമങ്ങൾ കൊണ്ടുവന്നത്. ലോകം മുഴുവൻ ആ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ചരടിട്ടിരുന്നു, അതെല്ലാം നശിച്ചു. ഇനി അതിന്റെ ആവശ്യമില്ല. പൗരോഹിത്യ വേഷം പോലും കർത്താവ് മാറ്റി. ലേവ്യ പൗരോഹിത്യം സംബന്ധിച്ച് സമ്പൂർണ്ണ ബന്ധമെങ്കിൽ മറ്റൊരു നിയമത്തെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതിന് എബ്രായ ലേഖനം ചോദിക്കുന്നു. അപ്പൊ വീണ്ടും പാപമോചന സ്നാനം നേടുന്നതുമില്ല, കർത്താവിന്റെ നാമത്തെ തള്ളിക്കളയും ചെയ്ത് ഈ പഴയ ആചാരങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ പ്രാകാരത്തിലുള്ള ജനത്തിന്റെ പാപം പുരോഹിതൻ വഹിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പോയി പാപയാഗം അർപ്പിച്ച് തിരിച്ചു വന്നിട്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ ഇത് വിശുദ്ധ സ്ഥലത്ത് ജനങ്ങൾക്ക് വേണ്ടി മഞ്ഞ വിളമ്പിത്തരും. അത് കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ വീണ്ടും വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവുമായി ചേർന്ന് വചനം ദൈവമാകുന്നു. ഓക്കെ. അപ്പോൾ ആ പ്രാകാരം ഇന്നിപ്പോൾ യെരുശലേം ദേവാലയത്തിൽ അവർ എത്ര കാലം ചവിട്ടും? 42 മാസം ചവിട്ടേണ്ടത്. യഹൂദന്റെ വീണ്ടെടുപ്പിന് വന്ന കർത്താവ് 3.5 വർഷം ശുശ്രൂഷിച്ചിട്ട് ബാക്കി 3.5 വർഷം അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ യഹൂദനെ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ചിതറിച്ചു. 1948 ആയപ്പോൾ കുറച്ചുപേർ വന്നു, ഇനിയും ജനങ്ങൾ പുറത്തുണ്ട്. അപ്പോ 42 മാസം അവർ ചവിട്ടെന്ന് പറഞ്ഞാൽ 42 മാസം എന്ന് പറഞ്ഞാൽ 3.5 വർഷം. ഒരു മാസം ഈ കണക്ക് നോക്കുക. ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കല്ല, നമ്മുടെ കണക്ക് കത്തോലിക്ക സഭയുടെയാണ്. അവരെ നയിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ. അവർ കൊണ്ടുവന്ന ബൈബിളാണിത്. എന്താണ് ഉദ്ദേശം? ലോകം മുഴുവൻ ഇപ്പൊ ഈ ബൈബിളാണ്. യെരുശലേമിൻ്റെതല്ല, ഇസ്രായേലിതല്ല. ഇസ്രായേലിൽ ദൈവത്തിന്റെ കലണ്ടറാണ്. ബാക്കി ലോകം മുഴുവൻ ഈ കലണ്ടറാണ്. നമുക്ക് എന്താ 28 ദിവസം, 29 ദിവസം, 30 ദിവസം, 31 ദിവസം. പക്ഷെ ദൈവത്തിന്റെ കലണ്ടറിൽ എന്താ? ഒരു മാസത്തിൽ 30 ദിവസമാണുള്ളത്. ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അപ്പൊ 3.5 വർഷം എങ്ങനെ കിട്ടും? നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ്? 42 മാസം എന്ന് പറഞ്ഞാൽ 42 മാസം എങ്ങനെ കിട്ടും? ഒരു വർഷത്തിൽ 12 മാസം. 3 വർഷം വരുമ്പോൾ 36 മാസം വരും. 36 പിന്നെ ഒരു 6 അര, 3 അര, ആ 6 മാസം കൂടെ ചേർക്കുമ്പോൾ 42 മാസം കിട്ടും. ഇനി താഴോട്ട് പറയുന്ന കണക്ക് 1260 ദിവസം എന്ന് പറയുന്നുണ്ട്. അത് ഈ 42 മാസത്തെ ഇൻറ്റു 30, 42 മാസം ഇൻറ്റു 30, ഒരു മാസത്തിൽ 30 ദിവസം ഉള്ളത് 42 മാസത്തെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ 1260 ദിവസം കിട്ടും. യഹൂദന് വേണ്ടി വിശേഷിച്ചിരിക്കുന്നത്.
ഈ പിശാചി തുടങ്ങിയ ഈ സഭകൾ അടിസ്ഥാനം സഭ തുടങ്ങുന്ന കാലത്ത് ദൈവാത്മാവാണ് തുടങ്ങിയത്. ദൈവാത്മാവ് നോക്ക്, പൗലോസിന് ശേഷം ഇറാനിയോസിനെ വിളിച്ചു, മാർട്ടിനെ വിളിച്ചു, കൊളംബയെ വിളിച്ചു, ലൂഥറിനെ വിളിച്ചു, വെസ്ലിയെ വിളിച്ചു, ഇപ്പം വില്യം ബ്രഹാമിനെ വിളിച്ചപ്പോഴാണ് ഈ സഭകൾ മുൻപ് തുടങ്ങുന്ന സമയത്ത് കർത്താവ് തന്നെയാണ് തുടങ്ങിയത്. ദൈവം ഉപയോഗിച്ച ഈ മനുഷ്യരുടെ കാലശേഷം ഇവരെ നയിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ അവർ പഴയതിലേക്ക് പോയി ഡിനോമിനേഷനായി. ഡിനോമിനേറ്റഡ്, അതായത് നാമകരണം ചെയ്യപ്പെടാത്തത്. ഡി എന്ന് വെച്ചാൽ ശൂന്യമായത്, നാമകരണം ചെയ്യപ്പെടാത്തത്. നമ്മളോ നോമിനേറ്റഡ് സഭ, കർത്താവായി യേശു ക്രിസ്തു നാമത്തിൽ കെട്ടപ്പെട്ട സഭയാണ്. യേശുനാമ സഭയുടെ ഡിനോമിനേഷൻ തന്നെ. അവർ എക്യൂമിനിക്കൽ കൗൺസിലില് 36 സംഘടനകൾ, യേശുനാമ സഭയുടെ വിവിധ തരത്തിലുള്ള ഉപദേശം നിൽക്കുന്നവരെല്ലാം എക്യൂമിനിക്കൽ അവർ ഒന്നായി ചേർന്നു. ഇത് കളകളെ കൂട്ടിക്കെട്ടുന്നതാണ്. ഇതിനിടയിൽ നിന്നാണ് കർത്താവ് ഗോതമ്പിനെ പുറത്തേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 42 മാസം ചവിട്ടുമെന്നത് എങ്ങനെ മനസ്സിലായി? ഒരു മാസത്തിൽ 30 ദിവസം, അങ്ങനെ 3.5 വർഷമെങ്കിൽ 12 മാസം വെച്ചിട്ട് 36, അരമാസം 6, മൊത്തം 42 മാസം. ദിവസം നോക്കിയാലോ 1260. വെളിപ്പാടിൽ അടുത്ത വചനം, വെളിപ്പാട് പുസ്തകം 11:3. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഈ പ്രവചനവും ദർശനവും എല്ലാം മുദ്രയിടാനാണ് യേശു വന്നത്. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ജനത്തെ കർത്താവ് കൊണ്ടുപോയാൽ പിന്നെ ഇവിടെ അവർക്ക് ആവശ്യമില്ല, അല്ലെ? നമ്മൾ വീട്ടിൽ ആഹാരം ഒരുക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാ, പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ കർത്താവ് തന്റെ സ്വന്തം ജനമായി വന്നു, സ്വന്തം ജനത്തെ വഴി നിർത്തുന്നതിന് ദർശനവും പ്രവചനവും വചനങ്ങളും നൽകി. ഇനി കർത്താവ് വിടുവിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കില്ല. അപ്പൊ അതൊന്ന് നിർത്തലാക്കാൻ യേശു വന്നു. പക്ഷെ ബാക്കി 3.5 വർഷം ശേഷിച്ചിരിക്കൊണ്ട് അവരെ 3.5 വർഷം വീണ്ടും വിളിച്ചു വരുത്തുമ്പോൾ അവിടെ 2 പേർക്ക് വരം കൊടുക്കുകയാണ്. 1260 ദിവസം പ്രവചിക്കും. അപ്പൊ വീണ്ടും 3.5 വർഷം വീണ്ടും തെളിവ്. 2ഓ 3ഓ വഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 6, വെളിപ്പാട് 12:6 വീണ്ടും പറയുന്നു, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഈ സ്ത്രീ ഏതാണ്? ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ സഭ. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. എന്താ മരുഭൂമി? ദൈവമില്ലാത്ത സ്ഥലം. അല്ല സഹാറ മരുഭൂമി പോയെന്നല്ല, ഇന്ത്യയിലും വന്നിട്ടുണ്ട്, പല പ്രദേശങ്ങളുണ്ട്, കൊച്ചിയിലുണ്ട്. കൊച്ചിയിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പൊ മരുഭൂമി അല്ല, കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാത്തിടം മരുഭൂമിയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ കർത്താവ് വരുമ്പോൾ അവൻ മരുഭൂമിയിൽ വഴിയൊരുക്കും എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അവരെ, ആ യഹൂദ ജനം, ആ സഭയെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞു. എന്തിനാണ്? അവിടെ കൊന്നുകളയാതിരിക്കാൻ ദൈവം അവരെ കരുതുകയാണ്. അവിടെ അവളെ തിരികെ കൊണ്ടുവരുമ്പോൾ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. 2000 വർഷം മുമ്പ് നിന്നുപോയ യഹൂദിന്റെ രക്ഷയ്ക്ക് ഇനി ബാക്കി വെറും 3.5 വർഷക്കാലമേ ഉള്ളൂ എന്നിരിക്കെ ഈ പുരോഹിതന്മാരെല്ലാം പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറയുന്ന ഭയങ്കര പണ്ഡിതന്മാരാണ്. നമ്മളെ ട്രാക്ക് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് പറയാനാക്കാം 7 വർഷം ഇനി അവശേഷിച്ചിരിക്കുന്നു. ഞാനവിടുന്ന് പറയും, സാത്താൻ യേശു ക്രിസ്തു നാമത്തിൽ വിട്ടുപോയി, ദൈവത്തിന്റെ ജനമാ, ഒരു കടന്നു വരട്ടെ കർത്താവെ എന്നിട്ടാണ് നമ്മൾ ട്രാക്ക് കൊടുക്കുന്നത്. കേട്ട് വിശ്വസിക്കുന്ന 1-2 പേര് വിളിക്കാറുണ്ട്. അപ്പോ 1260 ദിവസം, വേറെ 3.5 വർഷമേ ഉള്ളൂ. വീണ്ടും വരും വെളിപ്പാട്. വീണ്ടും ഒരു വചനം കൂടെ തെളിവ്. വെളിപ്പാട് പുസ്തകം 13:5. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ, 7 മാസം എന്നല്ല. അപ്പോ വെറും 42 മാസമേ. ഇതാർക്ക്? ഇത് പിശാചിന്. പിശാച് വമ്പും ദൂഷണവും പറയും. അത് തന്നെയാണ് ഇന്ന് സഭാകാലങ്ങളിലൂടെ പുരോഹിതന്മാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 7 വർഷം മാത്രം എന്ന് പഠിപ്പിക്കുന്ന ഇവർക്ക് ഈ എവിടെ നിന്ന് കിട്ടി? അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവല്ല. യേശു വ്യക്തമായി പറഞ്ഞു, ഞാൻ പോയ ശേഷം പ്രഭു വരും, ശൂന്യമാക്കുന്നവൻ വരും, പ്രഭുവിന്റെ പടജനം വരും, എതിർക്രിസ്തു വരും, ശിഷ്യന്മാരെ തങ്ങളിലേക്ക് വലിച്ചു കളയുന്ന ചെന്നായ്ക്കൾ വരും. അവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. അവളെ വിട്ടു പോരുവിൻ, അവൾക്ക് ആ പ്രഭുവിന് ഞാനുമായി ഒരു ബന്ധവുമില്ല യേശു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വിശ്വസിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഇത് ലോകത്തിന്റെ അകത്തോളം നിങ്ങൾ ഇതിനെ ഷെയർ ചെയ്ത് അയക്കുക. എവിടെയെങ്കിലും ദൈവജനം ഉണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പർ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾ വിളിക്കുക. ദൈവജന സത്യത്തിന്റെ വെളിപ്പാടുകൾ പറഞ്ഞു തരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പെട്ടെന്ന് എടുത്ത് നിർത്താം. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്, തുറന്ന് എടുക്കാം നമുക്ക്.
ഇവിടെ തീരില്ല. ഈ ഒരു കാര്യം നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ കാര്യമാണ്. മനുഷ്യനായി ജനിച്ചാൽ ഒരിക്കൽ നാം എല്ലാവരും മരിക്കും എന്നാണ് എല്ലാ സഭകളും പഠിപ്പിക്കുന്നത്. എല്ലാ സഭകളും മരണ വീട്ടിൽ ചെന്ന് പറയും, മരണം നിശ്ചയം, എപ്പോഴാണെന്ന് മാത്രം അറിയില്ല, നാം എല്ലാവരും മരിക്കും, നാം എല്ലാവരും മരിക്കും. ഈ കാര്യം വെളിപ്പെട്ടിട്ട് 13 വർഷമായി. അതിനുശേഷം മരണ വീട്ടിൽ പോയാൽ ഞാൻ ഇങ്ങനെ കൈവയ്ക്കും. അതുപോലെ വിവാഹ സ്ഥലത്ത് പോയാലും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ വിവാഹം ബന്ധിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാനിങ്ങനെ കൈവച്ചിട്ട് സാത്താനെ യേശു കൃഷ്ണനാമത്തിൽ വിട്ടുപോ, ഞാൻ ഇവരെ തങ്ങൾ കർത്താവ് യേശു കൃഷ്ണനാമത്തിൽ വിവാഹ ബന്ധത്തിൽ ബന്ധിപ്പിക്കുന്നു എന്ന് പറയും. അധികാരമുണ്ട്, അത് അധികാരം തിരിച്ചറിയണം. ചിലപ്പോൾ സീറ്റിൽ ഏറ്റവും പുറകെയായിരിക്കുന്നത്, എന്നാലും അവിടെ ഇരിക്കുന്ന ഒരുവനെങ്കിലും വിശ്വസിച്ച് പറയാനുണ്ടാവണം. ദൈവം ഏതെങ്കിലും കാലത്ത് അവർ ഹൃദയ കണ്ണു തുറന്നു കൊടുക്കും. അതുപോലെ മരണ വീട്ടിൽ പോകുമ്പോൾ പുരോഹിതന്മാരെല്ലാം പറയും, നാം എല്ലാവരും മരിക്കും, നാം എല്ലാവരും മരിക്കും. ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്ന ഈ പ്രഭുവിന്റെ പടജനമാണ് ഈ പുരോഹിതവർഗം. പിശാചിന്റെ പടജനമാണ്, പിശാചിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. പൗലോസ് പറയാണ് 1 കൊരിന്ത്യർ 15:51, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. മർമ്മം എന്താണ്? രഹസ്യം. യേശു എന്ത് പറഞ്ഞു? ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തന്റെ മർമ്മം മറച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പെന്തക്കോസ്ത് മുതലുള്ള എല്ലാ സഭകളിൽ നിന്നും എല്ലാവരും മരിക്കും എന്ന് പറയണമെങ്കിൽ ദൈവം മൂടിവെച്ച മർമ്മം അവർക്ക് ലഭിച്ചിട്ടില്ലെന്നല്ലേ. ആ മർമ്മം ഗ്രഹിക്കണമെങ്കിൽ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായ കർത്താവ് യേശു ക്രിസ്തു സ്ഥാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ ഈ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കും. പൗലോസ് പറയാണ്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയും, അതായത് മരിക്കുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തും, നാം രൂപാന്തരപ്പെടും. അതായത് ഇന്നിപ്പോൾ യേശു ക്രിസ്തു വന്നാൽ ആദ്യ ഫലമായി ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ് വരികയും പിന്നെ രണ്ടാമത് ജീവനോടെ ശേഷിക്കുന്ന നാം മരിച്ചിട്ടല്ല ഈ ശരീരം രൂപാന്തരപ്പെട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമുക്കൊരു മരണം നേരത്തെ കഴിഞ്ഞു, ആത്മീക മരണം. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടുന്ന സമയത്ത്, ആ ക്ലാസ് കേട്ട് നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് പാപസംബന്ധമായി യേശുവിനോടുകൂടെ മരിച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ പറയുന്ന രണ്ടാം മരണത്തിൽ കാര്യമില്ല. നാം മരിച്ചു കഴിഞ്ഞ് ജീവന്റെ പുതുക്കത്തിൽ ക്രിസ്തു യേശു ദൈവത്തിന് ജീവിച്ചതുപോലെ നാം ഇന്ന് ക്രിസ്തു ദൈവത്തിനായി ജീവിക്കുന്നവരാണ്. അപ്പോൾ രൂപാന്തരം, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഇതിന്റെ ഒരു ഉദാഹരണമാണ് യേശു മറുരൂപമലയിൽ വന്നത്. യേശുവിന്റെ കൂടെ കൂടിയാണ് യേശു തല, ശിഷ്യന്മാര്, സഭ. അതിനകത്ത് തന്നെ നോക്കൂ, യേശു മറുരൂപമലയിൽ പോയപ്പോൾ 3 പേർ അവിടെ ഉണ്ടായിരുന്നു, വിശുദ്ധന്മാർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവിടെ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യ ഫലമായി അവിടെ വന്നു. മോശയും ഏലിയാവും അവിടെ വന്നപ്പോൾ ഇവിടെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മരിച്ചോ? ഇല്ലല്ലോ. അവരവിടെ നിൽക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ മരിച്ച വ്യക്തി അവിടെ വന്നപ്പോൾ അവർ കണ്ടു. അപ്പൊ ആദ്യ ഫലം ക്രിസ്തുവിനുള്ളവർ മോശയും ഏലിയാവും അവിടെ വന്നു. പിന്നെയോ ക്രിസ്തുവിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ. അപ്പോഴും രണ്ടാമത്തെ ഗണത്തിലും അടുത്ത് പോകാത്തതുമായ യൂദ അവിടെയുണ്ട്, ഉറങ്ങുന്ന മണവാട്ടിയുണ്ട്, വിശുദ്ധന്മാർ, ബുദ്ധിയുള്ള മണവാട്ടിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജീവനോടെ ഇരിക്കുന്നവരുണ്ട്. ഇതാണ് നമ്മൾ സ്നാനപ്പെടുന്ന സമയത്ത് പറയുന്നത്, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക. എല്ലാവരും മരിക്കുമെങ്കിൽ മരണപര്യന്തം എന്നുള്ള വാക്ക് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു. അപ്പൊ മരണപര്യന്തം യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ മരണത്തോളം ക്രിസ്തുവിലായി മരിക്കുക, നിദ്ര പ്രാപിച്ചു. അതല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന് കർത്താവിൽ വന്നാൽ മുമ്പ് ക്രിസ്തു നിദ്ര പ്രാപിച്ചവർ ആദ്യ ഫലമായി വരികയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഇവിടെ ആത്മക്കൻ കുരുടാക്കി വെച്ചിരിക്കുകയല്ലേ. വെളിപ്പാട് 3 പറയുന്നത് പോലെ ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. വാസ്തവത്തിൽ ഈ ബൈബിൾ കോളേജിന്റെ പ്രോഡക്റ്റുകളെ ദൈവം എങ്ങനെ കാണുന്നു? അരിഷ്ടനും നഗ്നനും കുരുടനും എന്ന് അറിയാത്ത ആത്മീയ അന്ധകാരത്തിലിരിക്കുകയാണ് അവര്. അവരുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുവാനാണ് കർത്താവിന്റെ കൃപയാൽ നമ്മൾ ഇതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ 10 കന്യകമാർ യേശു ജീവിക്കുന്ന സമയത്താണ് ആ 10 കന്യകമാരിൽ 5 പേരെ കർത്താവ് അകത്ത് കയറ്റി വാതിലടച്ചു. ബാക്കിയുള്ളവരോ അവർ ജീവിച്ചിരുന്നപ്പോഴാണ് അകത്തേക്ക് പോയത്. അവരെവിടെ വെച്ച് യേശു കൊന്നെടുത്തത്. ആ വാതിലടയ്ക്കുന്നതിന് മുമ്പ് ജീവനുള്ള ബുദ്ധിയുള്ള കന്യകമാരെ അകത്ത് പ്രവേശിച്ചു. ബാക്കിയുള്ളവരാണ് കാലഗതിക്കനുസരിച്ച് തള്ളപ്പെട്ടു പോയത്. അപ്പോൾ നാം എല്ലാവരും മരിക്കുമെന്നത് തെറ്റാണ്. അവർക്ക് പറയാം, കാര്യം അവരുടെ ഉള്ളിൽ വന്ന ദൈവം പിശാചാണ്. പിശാച് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രകാരം അവർ മരിക്കുക തന്നെ ചെയ്യും. രണ്ടാം മരണത്തിൽ കാര്യമുണ്ട്. കത്തോലിക്ക പെന്തക്കോസ്തുള്ളവരെ നയിക്കുന്നത് പിശാച് തന്നെയാണ്.
അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് ഇന്ന് നിങ്ങൾക്ക് ആത്മീയമായി പാപസംബന്ധമായ ഒരു മരണം വേണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്ഥാനപ്പെട്ടിട്ട് ഏതൊക്കെ യേശു നാമ സഭയിൽ പോയിരുന്ന കാര്യമില്ല. അവിടെ തെറ്റായ ഉപദേശമാണ്. അവളെ വിട്ടു പോരുവിൻ. എക്യൂമിനിക്കൽ കൗൺസിൽ നിങ്ങളുടെ പുരോഹിതന്മാരോട് ചോദിച്ചു നോക്കുക. എക്യൂമിനിക്കൽ കൗൺസിലിൽ അവർ കൂട്ടിക്കെട്ടി കഴിഞ്ഞു. അപ്പോൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ദൈവജനം എവിടെയോ കൊണ്ട് ദാഹത്തോടു കൂടി ഇരിക്കുന്നു. അവരുടെ അടുക്കിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, ഷെയർ ചെയ്യുക. ദൈവജനം കടന്നു വരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ലോകത്ത് കോടിക്കണക്കിന് കോടാനുകോടി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഇവരെ മുഴുവനും 99% ജനങ്ങളെയും പിശാചാ നയിക്കുന്നത്. സഭകളിലുള്ള മറ്റുള്ളവരുടെ കാര്യം അവർ നോക്കട്ടെ. അവരുടെ മുമ്പിൽ യേശു ക്രിസ്തു ദൈവം, ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് അറിയാത്തവരും ആരുമില്ല. കരുണയുള്ള കർത്താവേ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യേശു ആഴ്ചവട്ടത്തിന്റെ മധ്യേ ആഹനനയാകും, ഭോജനാകും, നിർത്തലാക്കും, അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അത് കഴിയുമ്പോൾ പ്രഭു പുറപ്പെട്ടു വരും, എതിർ ക്രിസ്തുവാകുന്നു, ശൂന്യമാക്കും. ഹൃദയത്തിൽ പരിശുദ്ധാത്മ ലഭിക്കാതിരിക്കാൻ അവൻ ഹൃദയത്തെ ശൂന്യമാക്കി. യേശുവും പറഞ്ഞിരിക്കുന്നു, പ്രഭു വരുന്നു, എനിക്ക് അവനുമായി യാതൊരു കാര്യവുമില്ല. യേശു പോകാൻ സമയത്ത് പറഞ്ഞു, കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കാണിക്കും. ഈ സഭകൾ മുഴുവൻ ശക്തിയെ ത്യജിച്ച് ഭക്തിയുടെ മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. ശക്തി കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായി വന്നതാകുന്നു. അതിനെ ത്യജിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു അങ്ങനെ വിശ്വസിക്കുന്ന സഭകളുമായി ഒരു ബന്ധവുമില്ല. അതിനിടയിൽ നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ശരിയായ വചനം കാണുവാനും കേൾക്കുവാനും ആ വചനത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ ആ ദൈവത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഘടിപ്പിച്ചു തന്നാൽ ദൂരമോ പ്രായമോ സാമ്പത്തികമോ ഓർമ്മക്കുറവോ ഒന്നും ഒരു പ്രശ്നമില്ല. എത്ര ദൂരെയായിരുന്നാലും ശരി തന്നെ കർത്താവ് നമ്മെ സഹായിക്കും. അതിനായി കർത്താവ് യേശു ക്രിസ്തു സ്ഥാനപ്പെടണം. ശരിയായ മഞ്ഞ കഴിക്കണം. ഇപ്പൊ നമ്മൾ ലൈവായി കൊടുക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളോട് കാണുന്നുണ്ട്. അവർക്ക് ഈ മഞ്ഞ കഴിക്കാം, ശരിയായത് കഴിക്കാം. പക്ഷേ ശരിയായ ഉപദേശത്തോടു കൂടെ തന്നെ നിൽക്കണം. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനമേറ്റ് പരിശുദ്ധാത്മ പ്രാപിക്കുന്നവർ മാത്രമാണ് ക്രിസ്തുവിനുള്ളവർ. ഇല്ലാതെ തെറ്റായി നിൽക്കുന്നവരെല്ലാം പിശാചിന്റെ ആ പ്രഭുവിന്റെ ചിറക്, പ്രഭു സാത്താനാകുന്നു. സാത്താന്റെ ചിറക് ശരീരം, എതിർ ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായിട്ടാണ് ദൈവം കണക്കിടുന്നത്. അതുകൊണ്ട് വെളിപ്പാട് 18:4 പറയുന്നത് പോലെ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവേൻ. കരുണയുള്ള കർത്താവേ, ദൈവജനത്തിന്റെ ഹൃദയം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വിളിക്കുവാനും കളപ്പുരയിൽ ശേഖരിക്കുവാനും, എന്നാൽ അവിടെ മുതൽ അവരോട് കൂടെ ഇരിക്കുന്നവരുമായി അവസാനത്തോളം ഒരു യുദ്ധമുണ്ടെന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതാണ് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇത് പറയുമ്പോൾ അനേകം പേർ എതിർക്കും. അവരെയല്ല നോക്കേണ്ടത്. ഒരു യോഗ്യതയില്ലാത്ത എവിടെയെങ്കിലും ആരെങ്കിലും കാണും. അവരാണ് ക്രിസ്തുവിനുള്ളവർ. ദൈവവചനത്തിലേക്ക് നോക്കുക. ആശ്വാസം നൽകുന്നു, സമാധാനം നൽകുന്നു. ലോകം തരുന്ന ഉപദേശമല്ല, പരിശുദ്ധാത്മാവ് നൽകുന്ന ഉപദേശത്തോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും നിങ്ങളുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശീർവാദം പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വിഷയങ്ങൾ തന്നെ പ്രാർത്ഥിക്കാം. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവ് വരെയും നമ്മൾ എല്ലാവരോടും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ.